ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് സമീർ സാക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. പല കളറിലും പല വെറൈറ്റിയിലും പല ഡിസൈനിലും ചെയ്ത കമ്പനിയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ സ്ഥാപനം ഒന്നും ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ അവർ ഓൺ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് സാധനം ഡെലിവറി ചെയ്യാനും പറ്റും. F0 വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വാഴയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സമീർ സാക്ക് കാർഡ്സ് വന്നിട്ടുള്ളത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടോ, ID കാർഡ്സ്, നമ്മളെ ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, കോർപ്പറേറ്റ് ഓഫീസുകൾ, അങ്ങനെ എവിടെയൊക്കെ നമുക്ക് ഈ ID കാർഡ്സ് ആവശ്യമുണ്ട്. ID കാർഡ് മാത്രമല്ല കേട്ടോ, പല പ്രോഡക്റ്റുകളും ചെയ്യുന്നുണ്ട്. അതും ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് കേരളത്തിൽ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തന രീതികൾ, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണണല്ലോ. നേരെ സമീർ സാക്ക് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. സമീർ സാക്ക് കമ്പനിയുടെ പ്രൊപ്പറേറ്റർ നിസാറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? സമീർ സാക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ 8 വർഷത്തോളമായി. 8 വർഷമായി. അതെ. ഓക്കെ, നിങ്ങൾ ഈ മേഖലയിൽ തന്നെ ആയിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്നത്? അതെ, ആദ്യം മുതൽ തന്നെ എൻ്റെ സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഞാൻ ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ഈ മേഖലയിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ MBA കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഫുൾ ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇപ്പം 4 വർഷത്തോളമായി ഫുള്ളായിട്ട് ഇതിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ID കാർഡുകൾ, അതിന് പുറമെ സ്കൂളിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഷോക്സ്, ബെൽറ്റ്, ടൈ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രിന്റഡ് ആണോ അല്ലെങ്കിൽ പ്രിന്റ് ഇല്ലാണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ട് വേണേൽ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഏതെങ്കിലും ഒരാൾക്ക് പുതിയതായിട്ട് സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അവരിലേക്ക് റോ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കൊക്കെയാണ് ആവശ്യം വരുന്നത്? നമ്മൾ മെയിനായിട്ട് ID കാർഡ് ചെയ്യുന്നത് സ്കൂള്, പ്രൈവറ്റ് ഫേംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനും നമ്മൾ ഈ ID കാർഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്കൂൾസിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതെ, ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ സ്കൂൾസിനാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് മൊത്തം നമ്മളിപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വർക്കിംഗ് മെത്തേഡ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ വർക്കിംഗ് മെത്തേഡ് നമ്മൾ സ്കൂളിലെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ നമ്മൾ ഡാറ്റാസ് നമ്മൾ അവർ ഡൗൺലോഡ് ചെയ്ത് തരും Excel ഫയലിൽ, അല്ലെങ്കിൽ ഫോം ആണെങ്കിൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ പോയിട്ട് ഫോട്ടോ എടുത്ത് വന്നിട്ട് നമ്മളെല്ലാം ചെയ്ത് ഫിക്സഡ് ചെയ്തിട്ട് 15 ദിവസം കൊണ്ട് നമ്മൾ കാർഡ് ഡെലിവറി ചെയ്യും. അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് 15 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തു? എത്ര കുട്ടികളുണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം നമ്മളെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വരുന്നത് ഒരു 2500-3000 കാർഡ് വരെ നമുക്ക് ഒരു ദിവസം അറ്റ് എ ടൈമിൽ ചെയ്യാനുള്ള സൗകര്യം നമ്മളെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെടുത്ത് കറന്റ് അതാണ് ഉള്ളത്. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വന്നാണ്. നമുക്ക് ഫസ്റ്റ് 100 കാർഡ് മുതലേ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 2500 വരെ ആയിട്ടുണ്ട്. ഇനി അടുത്ത വർഷങ്ങളിൽ ഇനി അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാൻ ചെയ്യും. അടുത്തത് എനിക്ക് ചോദിക്കാനുള്ള ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്. കാരണം പ്രത്യേകിച്ചിട്ട് സ്കൂൾസിലെ കുട്ടികളൊക്കെ മക്കളൊക്കെ ഇതൊന്ന് വലിച്ചു പൊട്ടിക്കുക അങ്ങനെ, കാരണം അവരുടെ യൂസ് അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന് ക്വാളിറ്റി അല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ്, തീർച്ചയായും. ഇത് പിന്നെ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ടാഗ് പൊട്ടിപ്പോവാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഈ ടാഗിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് സ്റ്റീൽ പ്ലേറ്റ് പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്വാളിറ്റിയിലും അത്ര ലൈഫ് ഡ്യൂറേഷനോട് കൂടി നമുക്കിത് കൊടുക്കാൻ വേണ്ടി പറ്റും. മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ, ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ, നമ്മൾ A ക്ലാസ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് കീറിപ്പോ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ഇൻ കേസ് ഇതെന്തെങ്കിലും പൊട്ടിപ്പോവൊക്കെ ചെയ്താൽ ബ്രേക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ മാർക്കറ്റിൽ ഇപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ 8 വർഷമായി നമ്മൾ ഈ മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങിയിട്ട്, സമീർ സാക്ക് എന്ന സ്ഥാപനം ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സ്കൂളുകളും നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ എല്ലാ സ്കൂളിലും നമ്മൾ അത്രയും ഒരു സർവീസ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഓരോ കൊല്ലം നമുക്ക് സ്കൂൾ ആഡ് ഓൺ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുവരെ നമ്മൾ വന്ന സ്കൂളുകളൊന്നും നമ്മുടെ അടുത്ത് പോയിട്ടില്ല. കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ വരുന്നത്? സമീർ സാക്ക് കാർഡ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനം ഇനി വരുന്നത് നമ്മൾ ഫ്രാഞ്ചൈസി മോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി പുതുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് ഫ്രാഞ്ചൈസി ഫീസിന് എന്ന രീതിയിൽ ഞങ്ങൾ ഒരു പൈസ പോലും ആരുടെടുത്തും വാങ്ങിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാവരുടെ നാട്ടിലും ഒരു വരുമാനം ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രം കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഫ്രാഞ്ചൈസിക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്? തീർച്ചയായും ഫ്രീ ആണ്. അതിന്റെ പുറമെ നമ്മൾ ഒരു സാമ്പിൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് കസ്റ്റമറെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാമ്പിൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് പെയ്ഡ് ആണ്. ഇതിന് വേണ്ടി അവർ മുടക്കേണ്ടത് 699 രൂപയാണ് ഒരു കിറ്റിന്റെ വില വരുന്നത്. ഇത് കിറ്റ് മാത്രം അവർ വാങ്ങിക്കുക? അതെ, ഈ ഒരു കിറ്റ് മാത്രം അവർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ബാക്കിയുള്ള എല്ലാ സർവീസും നമ്മൾ അവർക്ക്
ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്തു കൊടുക്കുന്നത്. അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവർ നമുക്ക് അവിടെ ഒരു ഏത് സ്കൂളോ എന്താണോ അവരെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണുള്ളത് അവർ ക്യാൻവാസ് ചെയ്ത് അവർ ഓർഡർ ഓക്കെ ആക്കി നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് കാർഡ് ആക്കിയിട്ട് അവർക്ക് കൊടുക്കും. അപ്പൊ അവര് ഫോട്ടോ എടുക്കുക, അവര് വേറെ വർക്കുകളൊന്നും അവർ ചെയ്യേണ്ട. അവർ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കും. നമ്മൾ ഇവിടെ നമ്മളെ കമ്പനി പോളിസി പ്രകാരം നമ്മൾ കൊടുക്കുന്നൊരു റേറ്റ് ഉണ്ട്, ആ റേറ്റ് നമ്മൾ അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ആരും ഇല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അവർക്കൊരു എക്സ്ട്രാ ഒരു പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുക. അതെ അതെ അതെ. അത് നമുക്ക് ഏതൊക്കെ മേഖലയുള്ളവർക്കാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ബെറ്റർ ആവുക? നമുക്ക് ഇപ്പം കൂടുതലായിട്ട് ജനങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അക്ഷയ സെന്റർ, CSC സെന്റർ, ഓൺലൈൻ സെന്ററുകൾ, അതേപോലെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും ആശാ വർക്കർമാർ എല്ലാവർക്കും ഇത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായും. നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പൊ എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പം കറന്റ് ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പം നോക്കുന്നത്. ഓക്കെ, അത് കേരളത്തിൽ എവിടെയാണ് കുഴപ്പമില്ല, കേരളത്തിന് പുറത്തൊക്കെ ചെയ്തു കൊടുക്കാൻ റെഡിയാണ്? എവിടെയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഫൈനലായിട്ട് എനിക്ക് അറിയാനുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈസ് വരുന്നത്? നമ്മളെ റേറ്റ് വരുന്നത് ഡിപ്പെൻസ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മളെ റേറ്റ് വരുന്നത്. എന്നാലും ഇപ്പോൾ 25 രൂപ മുതൽ നമ്മൾ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പെർ പീസ് 25 റുപ്പീസ്. ഇത് എല്ലാം ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. 25 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് തന്നെ പല മോഡൽസും വരുന്നുണ്ടല്ലോ, വെറൈറ്റി മോഡൽസ് ഉണ്ട്. 10-25 മോഡലോളം ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. 25 മോഡൽ നമ്മുടെ ഈ ID കാർഡുകൾ മാത്രമായിട്ട്? അതെ അതെ അതെ. അത് 1 സൈഡ് 2 സൈഡ് ടാഗിന്റെ കളർ മാറ്റിയിട്ട് ടാഗിൽ പ്രിന്റ് ചെയ്തിട്ട് സ്ക്രീൻ പ്രിന്റ് ചെയ്തിട്ട് അങ്ങനെ 12mm, 20mm, 16mm, 22mm അങ്ങനെ പറഞ്ഞിട്ട് പല ഐറ്റംസിലുള്ള ടാഗ്സും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതുവരെ നമ്മൾ ടാഗ് ഒക്കെ കണ്ട 1-2 ഐറ്റംസ് കണ്ടത്, 25 ടൈപ്പ് ടാഗുകൾ നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ. ഇത്രയാണ് ജമീർ ജാക്ക് കാർഡ്സിന്റെ വിശേഷങ്ങൾ. എങ്ങനെയാണ് ഒരു ID കാർഡ് ചെയ്തെടുക്കുന്നത്, എത്ര ക്വാളിറ്റിയോട് കൂടിയാണ് ചെയ്യുന്നത്, ഇത് മാത്രമല്ല എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും അത് ചെയ്തു തരാനും ജമീർ ജാക്ക് റെഡിയാണ് എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് മാത്രമാണോ, നമുക്ക് എങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.